പത്തനംതിട്ട കോട്ടാങ്ങൽ ടിഞ്ചു വധക്കേസിൽ പ്രതി നസീറിന് ജീവപര്യന്തം തടവ് ശിക്ഷ. പത്തനംതിട്ട ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. 2019 ഡിസംബർ 15-നായിരുന്നു കേസിന് ആസ്പദമായ സംഭവം. സിനിമാ കഥയെ വെല്ലും വിധമായിരുന്നു കോട്ടാങ്ങൽ ടിഞ്ചു വധക്കേസും അന്വേഷണവും. ടിഞ്ചുവിന്റെ കൊലപാതകത്തിൽ ജീവിത പങ്കാളി ടിജിനെയായിരുന്നു ആദ്യം സംശയിച്ചത്. ലോക്കൽ പോലീസിന് അന്വേഷണവും അത്തരത്തിലായിരുന്നു. കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തോടെയാണ് പ്രതി നസീറിന് പിടിവീഴുന്നത്. മരപ്പണിക്കാരനായ പ്രതി വീടിനുള്ളിൽ അതിക്രമിച്ചു കടന്ന് അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത ശേഷം യുവതിയെ കൊലപ്പെടുത്തുകയായിരുന്നു. നസീറിന് ജീവപര്യന്തം ശിക്ഷയാണ് കോടതി വിധിച്ചത്. ബലാത്സംഗത്തിന് 10 വർഷവും വീട്ടിൽ അതിക്രമിച്ചു കയറിയതിന് 7 വർഷവും ശിക്ഷ വിധിച്ചു. സ്വകാര്യ ഭാഗങ്ങളിലെ മാംസങ്ങളെല്ലാം ഇളകിപ്പോയതായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്രകൃതിദത്ത പീഡനം പോലുള്ള പല രീതിയിലുള്ള മാരകമായ തരത്തിലുള്ള പീഡനം ആ കൊച്ചിനോട് ഇവൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 100% ഇവന് തൂക്കുകയറ് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. 100% നീതി കിട്ടി എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. ക്രൈംബ്രാഞ്ചിന് വന്നതിന് ശേഷമാണ് ഇത് ഒരു കൊലപാതക ശ്രമമാണെന്നുള്ളൊരു കണ്ടെത്തൽ വരികയും അവർ അന്വേഷണം നടക്കുകയും ചെയ്തത്. ഈ കെട്ടിൽ എല്ലാം വെച്ച് നോക്കി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും എല്ലാം വെച്ച് നോക്കി ഇതൊരു കൊലപാതകമാണ്. മറ്റേ ലോക്കൽ പോലീസ് അന്ന് ഒരു ആത്മഹത്യക്ക് മാത്രമാണ് അവർ കേസെടുത്തത്. ലാസ്റ്റ് ഇത് വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് എന്നെ അതിനകത്ത് പ്രതി ചേർക്കാൻ വേണ്ടി മാത്രമാണ് അവർ ശ്രമിച്ചത്. ടിജുവിന്റെ വീട്ടിലാണ് ടിഞ്ചുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതോടെയാണ് ടിജു സംശയത്തിന്റെ നിഴലിലായത്. കൊല്ലപ്പെട്ട ടിഞ്ചുവിന്റെ ശരീരത്തിൽ നിന്ന് പ്രതിയുടെ DNA കണ്ടെത്തിയിരുന്നു. കേസിൽ ഏറെ നിർണായകമായത് യുവതിയെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം കെട്ടിത്തൂക്കിയ രീതിയാണ്. തടിപ്പണിക്കാർ കെട്ടുന്ന ശൈലിയിലുള്ള കെട്ടാണ് പ്രതിയിലേക്ക് അന്വേഷണം എത്തിച്ചത്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.